ബിഗ് ബോസ് മലയാളം 7 ലൈവ് എപ്പിസോഡാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജയിൽ നോമിനേഷൻ്റെ ടാസ്ക്കാണ്. അതിൽ 9 ഓട്ടോട നമ്മുടെ അനിമോൾ ജയിലിലേക്ക്, 4 ഓട്ടോട അനീഷിനെ ഇത്തവണ ജയിലിലേക്ക് വിട്ടത് തെറ്റായിപ്പോയി. അനീഷ് ബിഗ് ബോസിൻ്റെ കൂടെ ചോദിക്കുന്നു, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ ഇതാണോ? ആര്യൻ കള്ളത്തരം കാണിച്ചു. അതുപോട്ടെ, നിവിൻ അനിമോളോട് അന്ന് രാത്രി ആ ഫുഡിൻ്റെ കാര്യത്തിന് അനിമോളെ പിറക്കെ കിടന്ന് ഇറിറ്റേഷൻ ചെയ്തത് ഒരു സ്ത്രീകൾക്കും പിടിക്കാത്ത രീതിയിലാണ് നിവിൻ കാണിച്ചത്. അത് ഒരു സ്ത്രീകൾക്ക്, നമുക്ക് കണ്ടുകൊണ്ടിരുന്നവർക്ക്, ലൈവ് കണ്ടുകൊണ്ടിരുന്നവർക്ക് ഇത്രയ്ക്കൊരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയില്ല. പക്ഷേ അത് ചെയ്തെന്നിട്ട് അവളെ മേക്കപ്പ് സാധനം എറിയാമെന്ന് ജയിലിൽ പോകേണ്ടത് നിവിനായിരുന്നു. പക്ഷേ അത് അനീഷിന് കൊടുത്തത് തെറ്റായിപ്പോയി. അനിമോൾക്ക് ജയിൽ നോമിനേഷനിൽ വന്നതിൽ കുഴപ്പമില്ല. അനിമോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം വേണ്ടാതെ എടുത്ത് തലയ്ക്ക് വയ്ക്കാൻ അവനവൻ്റെ കാര്യം നോക്കി നിൽക്കണമായിരുന്നു. ഗെയിമിനിടയിൽ അക്ബറെ ആവശ്യമില്ലാത്തത് പറഞ്ഞു എന്ന് അനിമോൾ അപ്പോഴും പറഞ്ഞു. ബസ്സിൽ നിൽക്കുന്ന കണക്ക് സത്യമാണ്. ബസ്സിൽ നമ്മൾ നിൽക്കുന്ന കണക്കായിരുന്നു അക്ബർ നിന്ന്. അത് ലൈവിൽ ബിഗ് ബോസ് എടുത്ത് കാണിച്ചു. അങ്ങനെ നിൽക്കുന്ന ടച്ച് ചെയ്ത്, ശരീരത്ത് ടച്ച് ചെയ്ത്, ആ ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് അത് ഞാൻ ലൈവിൽ കണ്ടതാണ്. പക്ഷേ അക്ബർക്ക് കുറച്ച് ഒരു മാന്യത കാണിക്കാമായിരുന്നു. അതിന് എല്ലാവരും കൂടി അനിമോളെ കുറ്റം പറയുന്നു. അക്ബർ ഗെയിമാണ്, അവൾ മാറി നിൽക്കണം, ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് അതെല്ലാവർക്കും അറിയാം. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഗെയിം കളിക്കാൻ ആ സമയത്ത് മാത്രം അക്ബർക്ക് അങ്ങനെ ടച്ച് ചെയ്ത് നിന്നാൽ മതിയായിരുന്നു. സ്ത്രീകളാണ്, ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലവർ അതൊരു ഗെയിമായിട്ട് എടുക്കും. അനിമോളാണെങ്കിൽ ആകെ ഒരിത്തിരിയുണ്ട്. അക്ബറെ ശരീരം എല്ലാം കൂടി കൊണ്ടുവന്ന് അനിമോളുടെ ദേഹത്തിട്ടാൽ എങ്ങനെയാണ്? അത് ഒന്ന് ചിന്തിക്കണം. അപ്പം അനിമോൾക്ക് തോന്നി ബസ്സിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന, അത് അവൾ തുറന്ന് പറഞ്ഞു. എന്താ, ഓരോരുത്തരുടെ മനസ്സിൻ്റെ തോന്നലാണ് ഓരോരുത്തർ പറഞ്ഞത്. അതിന് അനിമോളെ ഞാൻ കുറ്റം പറയില്ല. ഞാൻ പറയുന്നത് അവിടെ ആരും ഒരു കൂട്ട് കൂടാതെ അവനവൻ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക. ഈ ആദിലേയും നൂറ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ലൈവിൽ കാണാൻ പറയും. ഇപ്പം അവരെയൊക്കെ സ്വഭാവം മാറി. അനിമോളോടെയൊന്നും ആത്മാർത്ഥമായ ഒരു സ്നേഹമില്ല. പക്ഷേ ഒരു മനുഷ്യരുടെ പോലും നമ്മുടെ അനിമോൾ ഇവരെ രണ്ടുപേരെയും കുറ്റം പറഞ്ഞ് ഞാൻ കേട്ടില്ല. പക്ഷെ അവർ പരസ്പരം അനിമോളെ കുറ്റം പറയുന്നുകൊണ്ടിരുന്നു. അതാണ് ഒരു ക്വാളിറ്റി. പക്ഷേ അനിമോൾ ഒരൊറ്റ ക്വാളിറ്റി എന്ന് പറയുന്നത്, കുറച്ച് സ്വഭാവം നമുക്കവിടെ പിടിക്കത്തില്ല. പക്ഷേ ഒരു ക്വാളിറ്റി നുണ പറയില്ല, കൂടെ നിൽക്കുന്നവരെ ചതിക്കില്ല. ഷാനവാസ് സ്വന്തം സഹോദരങ്ങളെ പോലെ കൊണ്ട് നടന്ന ആ ഷാനവാസിനെ വരെ ഇരുന്ന് ആദിലേയും നൂറേയും കുറ്റം പറയുന്നത് അത് ഒട്ടും ശരിയായ കാര്യമല്ല. അത് ഒട്ടും ശരിയല്ല. അനിമോൾ കിച്ചണിലായപ്പോൾ രാവിലെ എല്ലാവർക്കും ഫുഡൊക്കെ കിട്ടുമായിരുന്നു. ഇന്ന് 12 മണിയായിട്ടും രാവിലത്തെ കാപ്പി റെഡിയായില്ല. അപ്പം നിവിൻ പറയുന്നു, ഇന്ന് ഒത്തിരി താമസിച്ചു, 12 മണി. അപ്പോഴാണ് നമ്മുടെ ലക്ഷ്മി പറയുന്ന, ബിഗ് ബോസ് കാരണമല്ലേ നമുക്കിന്ന് താമസിച്ചതെന്ന് രാവിലെ കാപ്പി ഉണ്ടാക്കാൻ. അപ്പം നിവിൻ പറയുന്നു, ഇനി ബിഗ് ബോസിൻ്റെ തലയിൽ ഇടാത്തൊരു കുഴപ്പമേ ഉള്ളൂ, ഇനി അത് പറഞ്ഞ് രക്ഷപ്പെടാം എന്നും പറഞ്ഞ് ലൈവ്